ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു ട്രാവൽ വ്ലോഗാണേ. നമ്മളിപ്പോൾ പോകുന്നത് ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടൽപേട്ടിലേക്കാണ്. അപ്പോൾ അതേ നമ്മൾ കോഴിക്കോട് നിന്ന് ജേർണി സ്റ്റാർട്ട് ചെയ്തു. വയനാട് വഴിയാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ നിന്ന് രാവിലെ ഒരു 6:30 ആകുമ്പോൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വഴിയിലൊക്കെ നല്ല മഴയായിരുന്നു. നമ്മളിത് ചുരത്തിലെത്തി കേട്ടോ. ഇപ്പോൾ ഇത് അവിടെ ചുരത്തിലെ ഹെയർ പിൻ നമ്പർ 1 അവിടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയും കണ്ടറിയാം നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ ഓരോ കാഴ്ചകളുണ്ട് ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ ചുരത്തിലൊക്കെ. അപ്പം മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ പുറത്തിറങ്ങാൻ പറ്റിയില്ല, നല്ല മഴയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ പോലെ. അതുകൊണ്ട് നമ്മൾ പുറത്തൊന്നും ഇറങ്ങിയില്ല, ഉള്ളിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു, രാവിലെ തന്നെ ആയതുകൊണ്ട് കുറേ കോടയൊക്കെ മൂടി കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞങ്ങളങ്ങനെ ചുരത്തിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഓർത്തു, നമ്മൾ കുരങ്ങന്മാരൊക്കെ കാണാറുണ്ടല്ലോ, എവിടെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണിതേ കറക്റ്റ് ഒരു 5-6 എണ്ണം ഉണ്ടായിരുന്നു നമ്മളെ സൈഡിൽ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ കാറ് നിർത്തി കണ്ടപ്പോൾ അടുത്തേക്കൊക്കെ വന്നു കേട്ടോ. എന്നിട്ട് അപ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് ഫുഡിൻ്റെ കേക്കിൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അതിങ്ങനെ കുറേ നേരം വണ്ടീൻ്റെ സൈഡിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയായിരുന്നു. അതെ, കാണുന്ന പോലെ നമുക്ക് ഇങ്ങനെ ഓടി കളിക്കുക അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഞങ്ങളങ്ങനെ വണ്ടി അവിടെ കുറച്ച് നേരം പാർക്ക് ചെയ്ത് ഇങ്ങനെ ഇവറ്റകളെ കളി ഇങ്ങനെ നോക്കിയിരുന്നു. ഇതാണെങ്കിൽ വഴി നമ്മൾ വിടുന്നുമില്ല, ഓരോ ഭക്ഷണത്തിൻ്റെ ഓരോന്നും കാണുമ്പോൾ ഇങ്ങനെ ചാടി വരികയും അങ്ങനെയൊക്കെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ കളിച്ച് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 10-15 മിനിറ്റോളം ഇങ്ങനെ അവിടെ നിന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ ലാസ്റ്റ് നമ്മുടെ കഴിയാനായി ചുരം, ഈ വ്യൂ പോയിന്റ് ഉണ്ടല്ലോ അവിടെ എത്തി. പിന്നെ മഴ ആയതുകൊണ്ട് അങ്ങനെ ഇറങ്ങിയില്ല, നമുക്ക് ഇറങ്ങി കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല മഴയാണ്, നമുക്ക് ഇറങ്ങി നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ അങ്ങ് പോയി, ഇങ്ങനെ വണ്ടിയിലൂടെ ഓരോ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോയി. അങ്ങനെ ഇതേ ഞങ്ങൾ വയനാട്ടിലേക്ക് എൻ്റർ ചെയ്യാണ്. അങ്ങനെ ഞങ്ങളിതേ വഴിയിൽ പോകുമ്പോൾ നമുക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ബത്തേരി ഒരു ഹോട്ടലിന് മുന്നിൽ നിർത്തിയതാണ്. ജൂബിലി എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്, റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ. നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ ഹോട്ടലിലേക്ക് എൻ്റർ ചെയ്തു. ഇതേ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു, പ്ലേറ്റൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതേ പുട്ടും മുട്ടക്കറിയും പിന്നെ എനിക്കൊരു കടലക്കറിയും അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ നെയ്പത്തലും കൂടെ ഓർഡർ ചെയ്തു. ഇവിടുത്തെ മുട്ടക്കറി കുറച്ച് വെറൈറ്റി ആയിരുന്നു കേട്ടോ. നല്ല കാഷ്യൂ ഒക്കെ അരച്ച് തേങ്ങ അരച്ചൊരു കൈൻഡ് ഓഫ് മുട്ടക്കറി ആയിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും പോകാനുണ്ട്. സമയം എനിക്ക് തോന്നുന്നൊരു 11 മണി 11:30 ആവും എത്താൻ. അങ്ങനെ ഇതാണ് നമ്മുടെ സ്പേസ്.
ഇതിന് ബാക്കിൽ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല സൗകര്യമുള്ള ഒരു ഇതാണ്. നമ്മൾ കാറിലേക്ക് പോവാണ്. ഇപ്പാണെങ്കിൽ നല്ല മഴയും ഇന്നൊക്കെ. അങ്ങനെ അതെ ഞങ്ങൾ മുത്തങ്ങ കാടിലേക്ക് കയറി കേട്ടോ. ഇവിടെ നല്ല മഴ തന്നെയാണ്. ഇതുവരെ മഴ നിന്നിട്ടില്ല. പോകുന്ന വഴിയിലൊക്കെ തന്നെ കാണാമല്ലോ, നല്ല മഴ തന്നെയാണ് ഇവിടെയും. അപ്പം നമ്മളിത് കേരള ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടോ. നമ്മളിവിടെ വിടാൻ പോകുന്ന ഇനി കർണാടകത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഈ വഴിയിലും നമുക്കിങ്ങനെ കുറച്ച് കുരങ്ങന്മാരൊക്കെ കാണാൻ പറ്റി കേട്ടോ. കുറേ ഇങ്ങനെ അവിടെയൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ കാണുന്നത് അങ്ങനെ നമ്മൾ കർണാടകത്തിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഇവിടുന്ന് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഓഫീസറുണ്ട് ഒരാൾ. അങ്ങനെ അവരെല്ലാവരുടെ കയ്യിൽ നിന്ന് 20 രൂപ വാങ്ങിക്കുന്നുണ്ട്, ഒരു എൻട്രി ഫീ പോലെ അങ്ങോട്ട് കയറുമ്പം തന്നെ. അങ്ങനെ ഞങ്ങളിത് ഗുണ്ടൽപേട്ട് എത്തി കേട്ടോ. ഇത് അവിടുത്തെ ടോൾ ഗേറ്റ് ആണ്. ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ ഓരോന്നിങ്ങനെ ഓരോ സീനറീസ് പോലെ നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അവിടെ നമ്മൾ ഈ ഗുണ്ടൽപേട്ട് കയറുമ്പം തന്നെ അവിടെ കുറേ ഈ ഫ്ലവർ ഫീൽഡ് ഉണ്ട് കേട്ടോ. നമുക്ക് സൂര്യകാന്തിൻ്റെതും ചെട്ടിപ്പൂ, മല്ലിക, അങ്ങനെ ഓരോത്തിൻ്റെ 2 സൈഡ് നോക്കിയാൽ ഇത് തന്നെ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. ഓരോരുത്തരിങ്ങനെ പ്രൈവറ്റ് എടുത്ത് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അവിടെ തന്നെ കാണാൻ ഒരുപാട് പേര്, നമ്മൾ ടൂറിസ്റ്റ് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ നിൽക്കുന്നുമുണ്ട്. പിന്നെ കുറേ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതും അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് വഴിയിലൂടെ പോകുമ്പം. ഇപ്പം ഞങ്ങളങ്ങനെ ഒരു സൂര്യകാന്തിയുടെ തോട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. ഇതൊരു ഓഫ് റോഡാണ്, ചെറിയൊരു വഴിയാണ്. അങ്ങനെ ഒരാൾ പറഞ്ഞു, കുറച്ച് അപ്പുറത്തേക്ക് കുറച്ച് വലിയ പാടമുണ്ട്, അങ്ങനെ അതും നോക്കി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, ഇവിടെയാണ് നമ്മുടെ ഗോപാൽസ്വാമി ഹിൽസ് ഉള്ളത്. ഞങ്ങൾ അതിൽ പോകാമെന്ന് വിചാരിച്ചു, പക്ഷെ അവിടെ പിന്നെ അവിടുന്ന് കുറച്ച് ഞങ്ങൾ മുന്നോട്ടേക്ക് വന്നപ്പം നമ്മളിതേ നോക്കി നടന്ന സൂര്യകാന്തി പാടം കാണാൻ പറ്റി കേട്ടോ. വലിയ പാടം തന്നെയായിരുന്നു, ഇവിടെ 2 സൈഡും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. അങ്ങനെ ഇവിടെ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരാൾ നിൽക്കും കേട്ടോ. ഇവരുടെ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് ഓരോരുത്തരും കയറുന്നിടത്തുനിന്ന് ഒരു 20 രൂപ ഒരാളുടെ കയ്യിൽ നിന്നൊക്കെ വാങ്ങിക്കും. അങ്ങനെ അത് നമ്മൾ കൊടുത്തിട്ട് ഉള്ളിൽ കയറി ഇങ്ങനെ ഫോട്ടോസും, എല്ലാവരും ഇത് തന്നെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ തന്നെയാണ്. നല്ല രസമുണ്ടായി. നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നടക്കാൻ പറ്റും. പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഇതിലൂടെയൊക്കെ നടക്കാം. പിന്നെ ഇവിടെ കോണൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 2 സൈഡിലും, റോഡിൻ്റെ 2 സൈഡിലും നമുക്ക് ഈ സൂര്യകാന്തി പാടം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതായത് നല്ല വലിയ പാടം തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് പേരുണ്ടായിരുന്നു അവിടെ. ഇനി ഞങ്ങളിത് ഈ പാടത്തേക്ക് ഇറങ്ങി കേട്ടോ. എന്നിട്ട് അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സൂര്യകാന്തി കാഴ്ചകൾ കണ്ടാലോ.
അങ്ങനെ ഗൈസ് ഞങ്ങളിപ്പോൾ അതെ സൺഫ്ലവർ പാടം കണ്ടിട്ട് തിരിച്ചു പോകും. ഒരു ഉച്ച ടൈം ആയിട്ടുണ്ട്, എന്നാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ലപോലെ. അപ്പോൾ നമുക്കിനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ചെട്ടിപ്പൂവൊക്കെ അതെ ഇവിടെ പോകുന്ന വഴി മൊത്തം ചെട്ടികളാണ് കേട്ടോ. ഈ പൂക്കളൊക്കെ നമ്മളെ കേരളത്തിലേക്ക് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഓണം സീസണൊക്കെ ആവാനായല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഇത് കൃഷി ചെയ്തെടുക്കുന്നതൊക്കെ. പിന്നെ ഇവർ പറഞ്ഞത് പ്രകാരം ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇത് ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് പറിച്ചു കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ദേ അതും കണ്ടിനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു വൈകുന്നേരമൊക്കെ ടൈമായിട്ടോ. ഇവിടെ അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല. നമ്മൾ കേരളത്തിലെത്തുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. നമ്മളിങ്ങനെ തിരിച്ചു പോവുകയാണ്. പിന്നെ ഞങ്ങളിവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഗോപാൽസ്വാമി ഹിൽസ് അവിടെ പോകാൻ പറ്റിയില്ല. കാരണം അവിടെ നമ്മൾ കുറച്ച് നേരത്തെ എത്തണമായിരുന്നു. ഒരു 11 മണി അങ്ങനെയൊക്കെ എത്തുകയാണെങ്കിൽ നമുക്ക് ക്യൂ ഒന്നും ഇല്ലാതെ നേരത്തെ തന്നെ അങ്ങ് പോകാൻ പറ്റുമായിരുന്നു. ഞങ്ങൾ എത്തിയത് കുറച്ച് ലേറ്റ് ആയിപ്പോയി, ക്യൂ ഒക്കെ കണ്ടതാണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് ക്യൂ നിൽക്കണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നിന്നില്ല. ഞങ്ങൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് തന്നെ നമ്മളെ വണ്ടി എടുത്ത് അങ്ങനെ പോകാൻ പറ്റില്ല. അവിടെ ആ ഒരു ബോർഡ് കണ്ടല്ലോ, അതിന് ശേഷം അവരുടെ കുറേ KSRTC ഒരു 6 ബസ് എങ്ങാണ്ട് ട്രിപ്പ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരാൾക്ക് 60 രൂപ വെച്ചിട്ട് അവർ തന്നെ കൊണ്ടുപോകണം. അതാണ് അതിൻ്റെ ക്യൂ വരുന്നത്. അപ്പം പിന്നെ ഒരുപാട് ക്യൂ ആയതുകൊണ്ട് ഞങ്ങൾ നിന്നില്ല. പിന്നെ തിരിച്ചു പോകുന്ന വഴി നമ്മളൊരു ഹോട്ടലുണ്ട്, അങ്ങനെ അവിടെ കയറി. ഇതൊരു മലയാളി ഹോട്ടൽ തന്നെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളിത് ഇറങ്ങുകയാണ്. ചുരം ഇറങ്ങുന്ന ടൈമിൽ നല്ല മഴയൊക്കെയായിരുന്നു, കോടയൊക്കെ കൊണ്ട് മൂടി കിടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗുണ്ടൽപേട്ട് വ്ളോഗ് ഇതേ ഇവിടെ കഴിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഒരു അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.